ഇന്നലെ തകർന്ന വിമാനത്തിൽ ഒരു ആറാം ഇന്ദ്രിയക്കാരനുണ്ടായിരുന്നു. എല്ലാം മുൻകൂട്ടി അറിഞ്ഞ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആറാം ഇന്ദ്രിയക്കാരൻ. നമുക്ക് അദ്ദേഹത്തെ ദൈവത്തിന് വേണ്ടപ്പെട്ട ഒരാളായി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും പേർ അതിൽ നിന്ന് രക്ഷപ്പെടാതെ മരണത്തിലേക്ക് പോയപ്പോൾ ഇദ്ദേഹം ചാടി ഇറങ്ങി രക്ഷപ്പെട്ട് ആംബുലൻസിൽ നടന്നു കയറി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക? ഈ അത്ഭുതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചാൽ ഏതാണ്ട് അയാളെ നമ്മൾ വിശ്വാസ് കുമാർ രമേശ് എന്ന പേരിട്ട് വിളിക്കണം. അതെ, കാര്യം ഒരു 242 പേർ ആ വിമാനത്തിലുണ്ടായിരുന്നു. മൊത്തം 230 യാത്രക്കാർ. അതിലൊരാൾ മാത്രമാണ് ഇയാൾ ഈ വലത് വിങ്, അതായത് വിമാനത്തിൻ്റെ ചിറക്, എൻ്റെ വലത് ചിറകിനോട് ചേർന്നുള്ള 11A എന്ന് പറയുന്ന സീറ്റിലാണ് ഇയാൾ ഇരുന്നത്. ഇയാളുടെ സഹോദരനും ഉണ്ടായിരുന്നു വിമാനത്തിൽ. അതായത് സഹോദരൻ്റെ പേര് അജയ് കുമാർ രമേശ് എന്നാണ്. ഈ വിശ്വാസ് കുമാറിന് 40 വയസ്സെങ്കിൽ അയാൾക്ക് 45 വയസ്സുണ്ട്. ഈ സഹോദരൻ ഈ അപകടത്തിൽ മരിച്ചു. അപ്പോൾ ഇവർ ലണ്ടനിൽ നിന്ന് ഈ വിശ്വാസ് കുമാർ 20 വർഷമായിട്ട് ലണ്ടനിലാണ് താമസം. ഇയാൾക്ക് അവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ ഗുജറാത്താണ് ഇവരുടെ സ്വദേശം. അവിടേക്ക് വന്നതാണ് രണ്ടുപേരും കൂടി, സഹോദരന്മാർ രണ്ടുപേരും കൂടി. ഗുജറാത്തിലെ ദിയു എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെയൊക്കെ സഞ്ചരിച്ചതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോകാനായിട്ടാണ് ഈ വിമാനത്തിൽ കയറിയത്. അപ്പോൾ ഇയാളുടെ ഒരു മൊഴി പ്രകാരം, ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ ഒരു മൊഴി പ്രകാരം ഒരു അപകടം ഉണ്ടായ ഉടനെ തന്നെ ഇയാൾ ആ വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങി. ആ അപകടം, അതായത് വിമാനം തീ പിടിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ഇയാൾക്ക് പുറത്ത് കിടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ഇയാൾ കണ്ട കാഴ്ച ചുറ്റും ഈ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെയാണ് ഇയാളുടെ ചുറ്റും കണ്ടത്. ഇയാൾ അവിടുന്ന് ഇയാളുടെ പാതി ജീവനും കൊണ്ട് എടുത്തു വെച്ച് ഓടി താഴെ വന്ന് ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ചാനലുകൾ കാണിക്കുന്നുണ്ട്. മറ്റ് നാട്ടുകാരുടെ സഹായത്തോടെ ആംബുലൻസിൽ കയറി ഇയാൾ ജീവൻ രക്ഷപ്പെടുത്തി. ഇപ്പോഴും ഇയാളുടെ സഹോദരനെ അന്വേഷിക്കുന്നുണ്ട്. സഹോദരൻ പക്ഷേ ഈ അപകടത്തിൽ മരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇയാൾക്കിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ കണ്ണിന്, നെഞ്ചിന്, കാലിന് പരിക്കുണ്ട്. പക്ഷേ അത് ഗുരുതര സ്വഭാവമുള്ളതല്ല, ചെറിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം അയാൾ ചോര ഒലിപ്പിച്ച് അയാളുടെ വസ്ത്രങ്ങളൊക്കെ അത്യാവശ്യം കീറിയ നിലയിലൊക്കെയാണ്. ഒരു അപകടത്തെ അതിജീവിച്ചയാൾ. പക്ഷേ എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ള ചോദ്യം ഇനിയും അറിയില്ല. ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആറാം ഇന്ദ്രിയം പ്രവർത്തിക്കണം. നമുക്ക് മുൻകൂട്ടി കാണാനുള്ള ശേഷി ഉണ്ടാകുന്ന ഈ ആറാം ഇന്ദ്രിയമൊക്കെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ ആ വിമാനം ഇപ്പോൾ തകരാൻ പോകുന്നു. കാര്യം നമ്മൾ ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടാക്കുന്ന അവസ്ഥയിലായിരിക്കും. അത് ഊരാനെങ്കിലുമുള്ള സാവകാശം വേണമല്ലോ, ഇങ്ങനെ രക്ഷപ്പെടാനെങ്കിലും. അപ്പോൾ ഇയാൾ അതും സാധ്യമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇയാൾക്ക് ദൈവാനുഗ്രഹം എന്നല്ലാണ്ട് പറയാൻ വേറെ വാക്കുകളില്ല. ഈ വിമാനത്തിന് ഏതാണ്ട് 825 അടി ഉയരം മാത്രം ഉള്ളപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആ അപകട സമയത്ത് ഈ വിമാനത്തിന് പരമാവധി 174 നോട്ടിക്കൽ മൈൽ വേഗതയുണ്ടാകും. അതായത് ഏകദേശം 200 km/h. അത്രയും വേഗത ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ വിമാനം ആവശ്യപ്പെടുന്ന ആ ഒരു ഉയരത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അത്രയും എത്താനായിട്ട് ഈ വിമാനത്തിൻ്റെ എൻജിൻ പര്യാപ്തമായിരുന്നില്ല. എൻജിൻ എന്തോ സാങ്കേതിക തകരാറ് പറ്റിയിട്ടുണ്ടാകാം. ഒന്നെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക തകരാർ, അല്ലെങ്കിൽ ആ വിമാനത്തിൻ്റെ എൻജിന് വല്ലോ പറവ ഇടിച്ചിട്ടോ മറ്റോ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകാം, അറിയില്ല നമുക്ക്. അപ്പോൾ അത്തരത്തിലൊരു സാങ്കേതിക തകരാറാണ് ഈ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത്. ഏതായാലും അപകട കാരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുടെ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ആ വിവരങ്ങൾ വലിയ താമസമില്ലാതെ പുറത്തു വരും. കാര്യം ആ അപകടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. വലിയ രീതിയിൽ ഇപ്പോൾ വിമാന അപകടമൊക്കെ നടന്ന് കടലിലൊക്കെ വീഴുന്നൊരവസ്ഥയാണെങ്കിൽ നമുക്ക് അത്തരം തെളിവുകൾ കിട്ടുക അത്ര പ്രയാസമായിരിക്കും. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ തന്നെ തെളിവുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപകട കാരണം എന്താണെന്നുള്ളത് വലിയ താമസമില്ലാതെ വ്യക്തമാകും. ഏതായാലും വിശ്വാസ് കുമാർ ഒരു പ്രതീക്ഷ കൂടിയാണ്. കാര്യം നമ്മുടെ മലയാളിയായ രഞ്ജിനി അടക്കം ആ അപകടത്തിൽ മരിച്ചു. എത്രയോ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളടക്കം ഒരു കുടുംബം തന്നെ വേരറ്റു പോകുന്ന കാഴ്ചകളും ആ വിമാന അപകടത്തിലുണ്ടായി. അപ്പോൾ അതിലും ഈ സംഭവത്തിൻ്റെ കഥകൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് നേരിട്ട് പറയാൻ ഒരാൾ അവശേഷിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ചിലപ്പോൾ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു തരാൻ നമ്മളോട് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അയാൾക്കുണ്ടായ അനുഭവങ്ങൾ, അയാൾ ആ അപകടത്തെ ഏത് തരത്തിൽ അതിജീവിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വന്ന് പറയാൻ ഒരാളുണ്ടായി എന്നുള്ളത് ഒരു അത്യപൂർവ കാഴ്ചയാണ്, ഒരു അതിശയ കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇതൊരു അട്ടിമറി ശ്രമങ്ങളാണോ എന്ന് നമ്മൾ സംശയിക്കുന്നത്. ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷമാണ് കേരള തീരത്ത് 2
കപ്പലുകൾ മുങ്ങിയത്. ഒന്ന് പൂർണ്ണമായും കത്തി നശിച്ചു, ഒന്ന് പൂർണ്ണമായും കടലിനടിയിലേക്ക് താഴ്ന്നു. അത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ജീവിതത്തെയും പരിസ്ഥിതിയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള 2 കപ്പലുകളാണ്. അടുത്ത് നമ്മൾ കേൾക്കുന്നതാണ് ആ കപ്പലുകളുടെ തീ അണയുന്നതിന് മുൻപ് അടുത്ത് നമ്മൾ കേൾക്കുന്നതാണ് വിമാനം വലിയ രീതിയിൽ ദുരന്തത്തിൽപ്പെട്ടു എന്നുള്ളത്. ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ഇന്ത്യയിൽ ആരും ഒന്നും ചെയ്യാതെ കപ്പലുകൾ മുങ്ങിത്താഴുന്നു, കണ്ടെയ്നറുകൾ പൊങ്ങുന്നു. കേരളത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തുമ്പോൾ ഈ കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, ഇതുപോലെ വിമാനങ്ങൾ തകർന്നു വീഴുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ ഇതിൽ ഈ പക്ഷികളുടെ ചിറകടിക്കുമ്പോഴാണ് വിമാനങ്ങൾക്ക് തകരാറുണ്ടാകുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡ് ആകുമ്പോൾ തന്നെ വിമാനം എങ്ങനെയാണ്, കാരണം പറക്കാൻ പൂർണ്ണ യോഗ്യമാണ് വിമാനം എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ മാത്രമേ വിമാനം പറക്കാൻ ഒരുങ്ങുകയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് 30 സെക്കൻഡിനുള്ളിൽ എന്താണ് ആ വിമാനത്തിൽ സംഭവിച്ചത്? നേരത്തെ ഈ 2 മണി ഈ അഹമ്മദാബാദിൽ എത്തുന്നതിന് മുൻപ് ഈ വിമാനത്തിൽ തന്നെ AC വർക്ക് ചെയ്യുന്നില്ല എന്ന് ഈ അഹമ്മദാബാദിൽ ഇറങ്ങിയ കുറേ യാത്രക്കാർ പങ്കുവച്ച ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2 മണിക്കൂറോളം AC വർക്ക് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഈ വിമാനത്തിന് നേരത്തെ തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് കാര്യമായി എടുക്കാത്തത് എൻ്റെ കാരണമാണോ ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടായത്? കാരണം ശ്രദ്ധക്കുറവുകളും ഇത്തരം വലിയ അപകടങ്ങൾ വരുത്തി വെക്കാം. ഇതൊന്നും പ്രശ്നമില്ല, അതൊക്കെ അങ്ങ് ശരിയായിക്കോളും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത്രയും വിമാനമൊക്കെ പറത്തി എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും നിസ്സാരം എന്നൊക്കെ പറഞ്ഞുള്ളൊരു വലിയ കോൺഫിഡൻസിൻ്റെ പുറത്തുണ്ടായ വലിയ ദുരന്തമാണോ ഇത്? അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലുമൊക്കെ നമ്മുടെ വിമാന കമ്പനികളെയും നമ്മുടെ പൈലറ്റുമാരെയും ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വലിയ ചോദ്യമായി നിലനിൽക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ അഹമ്മദാബാദിൽ ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അമിത്ഷാ ഇന്നലെ എത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രാലയം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറിയണം ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണോ അസ്വാഭാവികമായി സംഭവിച്ചതാണോ എന്നുള്ള കാര്യം അറിയണം. കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് പേർ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതാണ്, പലരും വിമാനത്തെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ അത് പണക്കാരെന്നോ പണ്ടൊക്കെയാണ് ഈ പൈസ ഉള്ളവരും മാത്രം വിമാനത്തെ ആശ്രയിക്കുന്നത്, ഇപ്പൊ അങ്ങനെയല്ല, ഉപജീവനം കണ്ടെത്താൻ വേണ്ടി പോകുന്നവരും വിമാനത്തെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി അന്വേഷിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് ബെൽറ്റ് പോലും ഊരാൻ സമയം എടുക്കുന്നതിന് മുൻപ് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാളുടെ ആയുസിൻ്റെ ബലം കൊണ്ട് തന്നെയാണ്. അയാൾക്ക് ദൈവം ഇനിയും ഒരുപാട് ആയുസ് കൊടുത്തിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും. പക്ഷേ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായും അന്വേഷിക്കണം. അദ്ദേഹം ആരോഗ്യവാനായി ഇരിക്കട്ടെ, കാരണം അദ്ദേഹത്തിലൂടെ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാൻ സാധിക്കും.